സുവർണകഥകളിലേക്ക് സ്വാഗതം. കഥ ഉയർദാനം. എഴുതിയത് മധു തൃപ്പെരുന്തുറ. വൃശ്ചിക മാസത്തിലെ തണുപ്പുള്ള ഒരു വെളുപ്പാൻ കാലത്ത് ഞങ്ങൾ 4 സുഹൃത്തുക്കൾ തൂക്കുപാലത്തിനടുത്ത് പെരിയസ്വാമിയുടെ ചായക്കടയിൽ ഒത്തുകൂടി. ഒന്നാമൻ സത്യശീലൻ, മുൻ പോസ്റ്റൽ സീനിയർ സൂപ്രണ്ട്. രണ്ടാമൻ എക്സ് മിലിറ്ററി ഓഫീസറും പള്ളി ട്രസ്റ്റിയുമായ കേണൽ ജിജി തരകൻ. മൂന്നാമൻ റിട്ടയേർഡ് കോളേജ് അധ്യാപകനും കവിയുമായ കാരിക്കുഴി സുധാകരൻ. നാലാമൻ കൽപ്പറ്റ ബാറിലെ പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകനും പ്രകൃതി സ്നേഹിയുമായ അമ്മാഞ്ചി വക്കീൽ. ഓരോ ചൂടുചായ മോന്തിയ ശേഷം ഞങ്ങളെല്ലാം കേണലിൻ്റെ പഴയ മോഡൽ കമാൻഡർ ജീപ്പിൽ കയറിയിരുന്നു. അടിവാരത്തെ ഒരു വാടക വീടായിരുന്നു ലക്ഷ്യസ്ഥാനം. കാഴ്ചയെ മറച്ചുനിന്ന പുകമഞ്ഞിനിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നതേയുള്ളൂ. യാത്ര തിരിക്കും മുമ്പേ ഹൗസ് ഓണർ ഗോപിക്കുട്ടൻ ലാൻഡ്മാർക്കുകളെല്ലാം കൃത്യമായി അരക്കിട്ടുറപ്പിച്ചിരുന്നു. പോരാഞ്ഞ് ലൊക്കേഷൻ മാപ്പും വോയിസ് മെസ്സേജുകളും അടിക്കടി വാട്സപ്പിലേക്ക് തള്ളിവയ്ക്കുന്നുമുണ്ട്. അതിരാവിലെ ഞങ്ങൾ പുറപ്പെടണമെന്ന് ഗോപിക്കുട്ടൻ ശാഠ്യം പിടിച്ചത് എന്തിനായിരിക്കും? ഇനിയും തൃപ്തികരമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജീപ്പിലിരുന്ന് വഴി പറഞ്ഞു കൊടുക്കുമ്പോഴും അതേപറ്റിയായിരുന്നു എൻ്റെ ആലോചന. കമാൻഡർ എന്തൊക്കെയോ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് ഓടിട്ട പഴയൊരു വീടിന് മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ടു. അതായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. തരകനച്ചായൻ ഞാവൽ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ജീപ്പ് ഒടിച്ചെടുത്തു. ഗോപിക്കുട്ടൻ മുന്നിൽ വന്ന് വെളുക്കെ ചിരിച്ചു നിൽക്കുമ്പോൾ ഞാൻ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി. തരകനും സുധാകരനും അമ്മാഞ്ചിയും അയാളുടെ കൈ പിടിച്ച് കുലുക്കി. താക്കോൽ തിരിച്ച് മുൻവാതിൽ തുറക്കുന്നതിനിടയിൽ ഗോപിക്കുട്ടൻ ശാന്തിനിലയത്തിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് വാചാലനായി. മുമ്പിവിടെ ആളുതാമസമുണ്ടായിരുന്നു. ഒരു രമേശൻ. കാടിറങ്ങിയ പുലി അവൻ്റെ കെട്ടിയോളെ കടിച്ചു കുടഞ്ഞു. പിന്നെ അവൻ ഇവിടെ നിന്നില്ല. രായ്ക്കുരാമാനം 5-ാം മൈലിലെ തേയില എസ്റ്റേറ്റിനടുത്തേക്ക് താമസം മാറി. കുറച്ചു കാലം ഇത് പഞ്ചായത്തിൻ്റെ പകൽ വീടായിരുന്നു. കഥക് തള്ളി തുറന്ന് വലംകാൽ വച്ചു കയറിയ ഗോപിക്കുട്ടന് പിന്നാലെ ഞങ്ങളും അകത്തു കയറി. അർദ്ധവൃത്താകൃതിയിലാണ് ലിവിംഗ് റൂം. ഒത്ത നടുക്ക് ഒരു പഴയ മോഡൽ ടെലിവിഷൻ സെറ്റ് ഇരിപ്പുണ്ട്. അതിൻ്റെ മുന്നിൽ ഒരു ടീപ്പോയ്, 2 ചൂരൽ കസേര. ടെലിവിഷൻ വെറുതെ ഒരു അലങ്കാരത്തിന് പ്രദർശിപ്പിച്ചിരിക്കുകയാണെന്ന് തോന്നി. അതേപ്പറ്റി ചോദ്യങ്ങൾ ഉയരുമെന്ന് ഭയന്നിട്ടോ എന്തോ ഗോപിക്കുട്ടൻ വളരെ വേഗം തൊട്ടടുത്ത ബെഡ്റൂമിലേക്ക് ഞങ്ങളെ തെളിച്ചു. പലക തറച്ച കട്ടിലിനു മുകളിൽ കയറി നിന്ന് അയാൾ ജനൽപ്പാളികൾ മലർക്കെ തുറന്നിട്ടു. എഴികളില്ലാത്ത ചതുരവിടവിലൂടെ അങ്ങ് ദൂരെ കോടമഞ്ഞ് പുതച്ചുറങ്ങുന്ന മലമുടി കാണാം. അതിൻ്റെ നെറുകയിൽ കാട്ടുജാതിക്കാരുടെ പുരാതനമായ ഒരമ്പലമുണ്ട്. ആറിൻ്റെ കുളക്കടവിലേക്ക് വിരൽ ചൂണ്ടി ഗോപിക്കുട്ടൻ ഒരു ചൂണ്ട നീട്ടി. പെണ്ണുങ്ങൾ മാത്രം കുളിക്കുന്ന കടവാണ്. കുറച്ചു കയ്യേറ്റക്കാരും കൊളുന്തുന്നുള്ളുന്ന തമിഴത്തികളുമാണ് ഇവിടുത്തെ പ്രധാന താമസക്കാർ. പെണ്ണുങ്ങളുടെ കുളിക്കടവിന് സമീപത്തെ വീട്. എല്ലാവർക്കും ആവേശമായി. ഡിമാൻഡ് കൂട്ടാനുള്ള ഗോപിക്കുട്ടൻ്റെ തന്ത്രത്തിൽ കേണലും വക്കീലും എളുപ്പത്തിൽ കൊത്തി. അത് മണത്തിട്ടാകണം അയാൾ ചരടുകൾ മെല്ലെ മുറുക്കി തുടങ്ങി. ജസ്റ്റ് മിസ്, ഇപ്പോഴങ്ങോട്ട് കുളിച്ചിട്ട് പോയതേയുള്ളൂ. കിളുന്തുകളും വരും, കിളവികളും വരും. ഇവിടെ മാത്രമാണ് 6 പടവുകളുള്ളത്. ഈരേഴൻ തോർത്തുടുത്ത് അവളുമാരുടെ ഒരു കുളി. എൻ്റെ അമ്മോ, കാണേണ്ട കാഴ്ച തന്നെ. ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കാട്ടുമുക്കിലൊക്കെ ആരു കാണാൻ? അപ്പോഴതാണ് കാര്യം. കുളിസീൻ കാണിക്കാനാണ് കൊച്ചു വെളുപ്പാൻ കാലത്തെ പോരാൻ നിർബന്ധിച്ചത്. ഒരു ബൈനോക്കുലർ മേടിക്കണം. അല്ല, ഒരെണ്ണം വക്കീലിൻ്റെ കൈവശമുണ്ടല്ലോ. കിളികളെ നോക്കുന്നത്. ഇവരും കിളികളാണെന്ന് കരുതിയേച്ചാൽ മതി, പറക്കില്ലെന്ന് മാത്രം. എന്തോ വലിയ തമാശ പൊട്ടിച്ച മാതിരി ജോജി തരകൻ ഉറക്കെ ചിരിച്ചു. ഹൗസ് ഓണർ തീർത്ത പ്രലോഭനത്തിൻ്റെ ചുഴിയിലേക്ക് അതിവേഗം മൂക്കുകുത്തിയ തരകനെ കൊന്നു തിന്നാനുള്ള ദേഷ്യം എനിക്കുണ്ടായി. ബെഡ്റൂമിൽ നിന്നും പുറത്തിറങ്ങി വീടിനെ പകുതി ചുറ്റി ഞങ്ങൾ അടുക്കളയിലെത്തി. അവിടെ പുകപിടിച്ച ചില്ലോടിലൂടെ അരിച്ചിറങ്ങുന്ന മങ്ങിയ വെളിച്ചം മാത്രമേയുള്ളൂ. വാഷ് ബേസിൻ്റെ ടാപ്പ് തുറന്ന് ഞാൻ മുഖം കഴുകി.
കണ്ടില്ലേ, മണിമണി പോലത്തെ വെള്ളം. വേനൽക്കാലത്തും വെള്ളത്തിന് ക്ഷാമമില്ല. തൊട്ടപ്പുറത്താണ് കിണർ. ഗ്യാസ് തീർന്നെന്നിരിക്കട്ടെ, വിറകടുപ്പ് കത്തിക്കാം. അക്കാണുന്ന തടിയലമാരയിൽ അരിയും പലവ്യഞ്ജനങ്ങളും കരുതി വയ്ക്കാം. ഒന്നിനും ഒരു കുറവുമില്ല. ഗോപിക്കുട്ടൻ അടുക്കള മൂലയിലിരിക്കുന്ന പഴയ ഫ്രിഡ്ജിന്റെ അരികിലേക്ക് താളാത്മകമായി നടന്നു ചെന്ന് അതിന്റെ വാതിൽ തുറന്നു. ഉള്ളിലേക്ക് വിരൽ ചൂണ്ടി തുടർന്നു. ബിയർ തണുപ്പിക്കാം. കാട്ടിറച്ചിക്ക് കൊതി തോന്നിയാൽ അപ്പുറത്ത് ബീറ്റ്റൂട്ട് തോട്ടത്തിൽ വരുന്ന മുയലിനെ കെണിവെച്ചോ വെടിവെച്ചോ പിടിക്കാം. മ്ലാവ്, മുള്ളൻ പന്നി, മലയണ്ണാൻ, ഇവയിലൊന്നിലും കണ്ണ് പതിയരുത്. കൂടെ വക്കീലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, പണി പാളും. തന്റെ ഡബിൾ ബാരൽ തോക്കിന്റെ സാധ്യതകളെക്കുറിച്ച് ഓർത്തതും ജോജി തരകന്റെ കൈത്തണ്ടയിലെ രോമകൂപങ്ങൾ ഉണർന്നെണീറ്റു. കറിച്ചട്ടിയിൽ കിടന്ന് തിളയ്ക്കുന്ന മുയലിറച്ചിയുടെ സ്വാദ് അവന്റെ നാവിൻ തുമ്പിൽ വെള്ളമൂറി. വീടൊക്കെ ഇഷ്ടമായല്ലോ, ഇനി കാര്യത്തിലേക്ക് വരാം. ഗോപിക്കുട്ടൻ തല ചൊറിഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് മതി ഞങ്ങൾ പഴയ സുഹൃത്തുക്കൾക്ക് ഒന്നു കൂടാൻ. വെറുതെ നേരം പോക്ക് പറഞ്ഞിരിക്കാൻ. എത്ര കാലമെന്ന് വെച്ചിട്ടാ വീട്ടിലിങ്ങനെ കുത്തിപ്പിടിച്ച്? ഏത് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞായിരുന്നു, പക്ഷേ ബാക്കി ദിവസങ്ങളിൽ എനിക്ക് വേറെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും മാസ വാടക കിട്ടണം. എത്ര രൂപയാണ് ഗോപിക്കുട്ടൻ ഉദ്ദേശിക്കുന്നത്? മിനിമം 6 6000മോ? കുമ്മായക്കെട്ടുകൾ അടർന്ന് ഇടിഞ്ഞു വീഴാൻ നേരവും കാലവും നോക്കുന്ന ഒരു കൊല്ലി വീടിന് 6000 വാടക. എനിക്ക് സർവാംഗം ചൊറിഞ്ഞു കയറി. നീ വന്നേ. അമ്മാഞ്ചി വക്കീൽ എന്റെ കോളറിന് പിടിച്ചു വലിച്ച് അടുക്കള വാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുപോയി. ആ പോക്ക് വെട്ടുകല്ലുകൊണ്ട് പടുത്ത കിണറിന്റെ വക്കിൽ ചെന്ന് അവസാനിച്ചു. എടാ സത്യ, എല്ലാം ഒത്തിണങ്ങിയ വീട് വാടകയ്ക്ക് കിട്ടാൻ ഇത്തിരി പുളിക്കും. പലതിനും നീ ഒടക്ക് വെച്ച പോലെ ഇതിന് വേണ്ട. ഇക്കാലത്ത് 6000 അത്ര കൂടുതലൊന്നുമല്ല. ഞങ്ങളുടെ ആലോചന തീരും വരെ കാത്തുനിൽക്കാൻ ഗോപിക്കുട്ടൻ ക്ഷമ കാണിച്ചില്ല. മുറ്റത്തെ ഉലാത്തൽ കണ്ടാലറിയാം പണത്തിന്റെ അത്യാവശ്യം. അയാൾ കിണറ്റും കരയിലേക്ക് പ്രാഞ്ചി വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് വലത്തെ കാലിന് ചെറിയൊരു മുടന്തുണ്ട്. ലേശം ചെരിഞ്ഞു നിന്ന് എന്റെ കണ്ണിലേക്ക് തറപ്പിച്ചു നോക്കി ഗോപിക്കുട്ടൻ കടുപ്പിച്ചു. രണ്ടാലൊന്ന് ഇപ്പം അറിയണം. അമ്മാഞ്ചി വാ തുറക്കും മുൻപ് ഞാൻ ഇടപെട്ടു. ഒരു തർക്കത്തിനില്ല, 5 തരാം, ഉറപ്പിക്ക്. ഞാൻ ഗോപിക്കുട്ടന്റെ കൈ പിടിച്ചു. അയാൾ വഴങ്ങി. കറന്റ് ചാർജ് ഞങ്ങൾ അടയ്ക്കണമെന്ന ഒറ്റ നിബന്ധനയിൽ. 2. കെട്ടിയിട്ട പട്ടിയെ തൊടലൂരി വിടുമ്പോൾ അതിനൊരങ്കലാപ്പുണ്ട്. എങ്ങോട്ടോടണം, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ. കണ്ടിടത്തെല്ലാം മണപ്പിക്കും, കാലുപൊക്കി മൂത്രമൊഴിക്കും, തടസ്സങ്ങൾ വകവയ്ക്കാതെ കുതിച്ചുപായും. ഒരു രക്ഷയുമില്ലെന്നേ. ഞായറാഴ്ച എത്താനുള്ള കാത്തിരിപ്പ് മാത്രം ദുസ്സഹമായി. ഫ്രിഡ്ജിൽ ബിയർ കുപ്പികൾ നിറഞ്ഞു. ബിയർ വേണ്ടാത്തവർക്ക് സ്കോച്ച് കുടിക്കാം. ബിയറൊക്കെ അപ്പിയുടെ കളറ് മാറാത്ത പിള്ളാർക്ക് എന്നാണ് തരകന്റെ ഭാഷ്യം. ചുട്ടുപൊള്ളുന്ന വേനലിൽ സുധാകരനും ഞാനും ബിയറിനെ മാത്രം പ്രണയിച്ചു. അമ്മാഞ്ചി വക്കീൽ നിയമാവലി ഉണ്ടാക്കിയിരുന്നു. അതിങ്ങനെ സംക്ഷേപിക്കാം. വരവു ചെലവ് കണക്കുകൾ മാസാവസാനം സുധാകരൻ അവതരിപ്പിക്കും. ചെലവുകൾ തുല്യമായി വീതിച്ചെടുക്കണം. എല്ലാവരും ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് മുൻപേ എത്തിച്ചേരണം. ഇനി ആർക്കെങ്കിലും വരാൻ കഴിയില്ലെങ്കിൽ കാലേക്കൂട്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ കാര്യകാരണ സഹിതം അറിയിപ്പിടണം. 2 വീതത്തുകയിൽ കുറവൊന്നും പ്രതീക്ഷിക്കേണ്ട. സമൂഹ മാധ്യമങ്ങളിൽ പകൽ വീട്ടിലെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. മദ്യത്തിന്റെ പരിപൂർണ നിയന്ത്രണം കേണൽ ജോജി തരകനിൽ നിക്ഷിപ്തമായിരിക്കും. തരകൻ മദ്യം എക്സ് സർവീസ് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങേണ്ടതും ആയതിന്റെ കണക്ക് ട്രഷറർ സുധാകരനെ ബില്ല് സഹിതം ബോധ്യപ്പെടുത്തേണ്ടതുമാകുന്നു. 1 മാസം പുഴവെള്ളം പോലെ അങ്ങനെ ഒഴുകിപ്പോയി. മനസ്സും ശരീരവും കുളിർത്തു. പാതിരാത്രിയിൽ ഞങ്ങൾ വീട്ടുമുറ്റത്ത് തീകൂട്ടി ഫയർ ഡാൻസ് കളിച്ചു. ദർശന തിയേറ്ററിൽ ബാഹുബലി കാണാൻ പോയി. കാട്ടുകോഴിയെ പിടിച്ച് കറിവെച്ചു തിന്നു. മുളകൊണ്ട് ചങ്ങാടമുണ്ടാക്കി പുഴയിലൂടെ തുഴഞ്ഞു. വേനൽ മഴ നനഞ്ഞു. കാടും നാടും തമ്മിൽ ലക്ഷ്മണരേഖ വരച്ചിട്ട പുഴ കടന്ന് ആദിവാസികളുടെ അമ്പലത്തിൽ പോയി. കാട്ടുതേൻ കുടിച്ചു. മുട്ടിപ്പഴം രുചിച്ചു. പകൽ വീട്ടിലെ 6ാമത്തെ ഞായറാഴ്ച രാത്രി 8 മണി.
ഓരോരുത്തരും ഭാര്യമാരെ പറ്റിക്കാൻ പറഞ്ഞ കള്ളങ്ങൾ പരസ്പരം പങ്കുവച്ച് ചിരിച്ചുപ്പാടു തീർന്ന് കരഞ്ഞു. സിഗ്നേച്ചറിന്റെ അടപ്പൂരുമ്പോൾ വേദപുസ്തകം വായിക്കുന്ന ഈണത്തിൽ കേണൽ ജോജി തരകനിൽ നിന്ന് ഒരരുളപ്പാടുണ്ടായി. കുഞ്ഞാടുകളെ, ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്നദർശനമുണ്ടായി. എന്റെ അപ്പാപ്പൻ ഷെവലിയർ മാത്തൻ തരകൻ വളരെ കാലത്തിനു ശേഷം ഉറക്കത്തിൽ വന്നു കയറി. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആഴ്ചയിലൊരു ദിവസത്തെ അർമാദിക്കൽ എന്ന് കേട്ടപാടെ അപ്പാപ്പന്റെ മുഖം ചുവന്നു. ജീവിതം മുഴുവൻ ആഘോഷമാക്കിയ എന്നെ പറയിപ്പിക്കാനുണ്ടായ സാത്താന്റെ സന്തതിയെ എന്നൊക്കെ വിളിച്ച് എന്തോരം ചാട്ടമായിരുന്നു. മാത്തനപ്പാപ്പന്റെ ആഗ്രഹം പോലെ നമുക്കീ സ്വർഗരാജ്യത്തിന്റെ കവാടം ശനിയാഴ്ച ദിവസങ്ങളിലും തുറന്നു വെച്ചാലോ? ഒന്നുമില്ലേലും ചത്തുപോയവരെ പിന്നെയും ദണ്ണിപ്പിക്കരുതല്ലോ. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അല്പനേരത്തേക്ക് ആരുമൊന്നും മിണ്ടിയില്ല. ഞങ്ങളൊക്കെ വാപോയ കോടാലികളാണ്. കള്ള് കേറി മൂത്താൽ വളുവളാന്ന് സംസാരിക്കും. സുധാകരൻ അങ്ങനെയല്ല. എത്ര മോന്തിയാലും മിതം ച സാരം ച. അതുകൊണ്ടുതന്നെ സുപ്രധാന വിഷയങ്ങളിൽ അവന്റെ നിലപാടുകൾക്കായിരുന്നു പ്രാമുഖ്യം. ചങ്ങമ്പുഴയുടെ രമണനെ കൂട്ടുപിടിച്ച് സുധാകരൻ തരകന്റെ ഇംഗിതത്തെ മുളയിലേ നുള്ളിയെറിഞ്ഞു. പാടില്ല പാടില്ല, നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. തുടർന്ന് മദ്യപന്മാർ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സുധാകരന്റെ സ്റ്റഡി ക്ലാസ് വന്നു. പകലരുത്, പലരരുത്, പതിവരുത്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലെന്ന് സ്വയം മനസ്സിലാക്കിയ മലയാളം പ്രൊഫസർ പദാനുപദം വിശദീകരിച്ചു. പകൽ മദ്യപിക്കരുത്, പലർ ചേർന്ന് മദ്യപിക്കരുത്, പതിവായി മദ്യപിക്കരുത്. അനുഭവസ്ഥർ ചൊല്ലിയ 3 കൽപ്പനകളാണ്. അതിലൊന്നിവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ലംഘിക്കപ്പെട്ടെന്നോ? അതേത് കൽപ്പന? ജോജി തരകൻ മറുത്തു ചോദിച്ചു. എന്നിട്ടവൻ ഒരു ലാർജ് കൂടി ഒഴിച്ച് സുധാകരന്റെ മറുപടിക്ക് കാതോർത്തു. പലരരുത്. അതിന് നമ്മൾ പലരല്ലല്ലോ, ഒറ്റ മനസ്സ്. സാക്ഷാൽ ദൈവം തമ്പുരാന്റെ 10 കൽപ്പനകൾ പാലിച്ചിട്ടില്ല. പിന്നെ നിന്റെ 3 കൽപ്പനകൾ എത്ര കുമ്പസരിച്ചിട്ടുണ്ടെന്ന് നീ ആ കാരാഴ്മക്കാരൻ അച്ഛനോടൊന്ന് ചോദിക്ക്. സുധാകരൻ രമണനെ ഉപേക്ഷിച്ച് ജോജി തരകന്റെ കെട്ടിയോൾ ജെസ്സിയെ കൂട്ടുപിടിച്ചു. വലം കൈ മച്ചിന് നേരെ ഉയർത്തിപ്പിടിച്ച് ഭാവഗായകൻ ഈണത്തിൽ പാടി. കുംഭസാരക്കൂട്ടിൽ നഗ്നയായി നിൽക്കവേ, സംഭ്രമപ്പൂക്കൾ ചുവപ്പു ചാലിക്കവേ, ജെസ്സി നിനക്കെന്തു തോന്നി? കരീപ്പുഴ ശ്രീകുമാറിന്റെ ജെസ്സി എന്ന കവിതയിലെ വരികളാണ് ഇത്. ലഹരിയുടെ പെരുക്കത്തിൽ അതുവരെ നിശബ്ദനായിരുന്ന അമ്മാഞ്ചി വക്കീൽ ആടിയെണീറ്റു. യുവർ ഓണർ, ജെസ്സിക്ക് ഒരു കോപം തോന്നിക്കാണില്ല. താൻ ബാക്കി പാട്. മാത്തനപ്പാപ്പന്റെ ആഗ്രഹം പൂവണിയാതെ പോയതിലെ ജാള്യത മറക്കാൻ തരകൻ 4ാമത്തെ പെഗും കുടിച്ചു തീർത്തു. എന്നിട്ട് മസില് പെരുപ്പിച്ചു കാട്ടി മറ്റുള്ളവർക്കുമേൽ വിജയം ആഘോഷിച്ചു. ആ നിമിഷം വാതിലിൽ ആരോ മുട്ടുന്ന ഒച്ച കേട്ടു. കള്ളുകുപ്പിയും ചീട്ടും കപ്പലണ്ടിപ്പാട്ടയും പുതപ്പിനടിയിലേക്ക് ചുരുണ്ടുകേറി. കർത്താവേ, അത് ജെസ്സി ആകരുതേ. തരകനച്ചായന്റെ ഉള്ളിൽ കടഞ്ഞ പ്രാർത്ഥന ഞങ്ങളിലേക്കും തിളച്ചു തൂവി. ഫാം ഹൗസിൽ കയറിയ പന്നിയെ വെടിവെക്കാനെന്ന വ്യാജേന വീട് വിട്ടിറങ്ങിയ കാര്യം ഒരു സംഭവമാക്കി അച്ചായൻ അവതരിപ്പിച്ചതേയുള്ളൂ. ജോജി തരകന്റെ പോളോ ടീഷർട്ടിൽ വിയർപ്പ് നനവു പടർത്തി. എടാ ഓളെ, അത് നിന്റെ ജെസ്സിയൊന്നും ആയിരിക്കില്ല. അത്രയും കിഴിഞ്ഞ ബുദ്ധി ഈ പെണ്ണുങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ മിക്ക കുടുംബങ്ങളുടെയും ഗതി എന്താകുമായിരുന്നു? എന്റെ ആശ്വാസവാക്കുകളൊന്നും അവനെ തണുപ്പിച്ചില്ല. ഇനി ആ ഗോപിക്കുട്ടനോ മറ്റോ? രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്നു. എന്റെ ഇടം വലം സുധാകരനും അമ്മാഞ്ചിയും എന്തിനും സന്നദ്ധരായി നിലയുറപ്പിച്ചു. മുറ്റത്തെ മങ്ങിയ വെളിച്ചത്തിൽ പ്രാകൃത രൂപത്തിൽ ഒരു മനുഷ്യൻ. തോളറ്റം വരെ നീണ്ടുകിടക്കുന്ന മുടി, നരച്ച കുറ്റിത്താടി, ഉന്തി നിൽക്കുന്ന കവിളെല്ലുകൾ, കുണ്ടിലേക്കിറങ്ങിക്കിടക്കുന്ന കണ്ണുകളിൽ മാത്രമുണ്ട് വല്ലാത്ത തീക്ഷ്ണത. സഹായം ചോദിച്ചു വന്ന ആരെങ്കിലുമാവും. എന്തെങ്കിലും കൊടുത്തു വിട്ടേര്. ഇറമ്പാച്ചന്റെ പള്ളിക്ക് നേർച്ച പറഞ്ഞ കേണൽ ആശ്വാസത്തോടെ നിശ്വസിച്ചു. വരത്തൻ ഞങ്ങളെ വകഞ്ഞ് എന്തോ അധികാരഭാവത്തോടെ മുറിയിൽ കയറി ഇരിപ്പുറപ്പിച്ചു. നിറം മങ്ങിയ ഷർട്ടിന്റെ തുമ്പു പൊക്കി നെറ്റിയിലെ വിയർപ്പു തുള്ളികൾ ഒപ്പിയെടുത്തു. എന്നെ മനസ്സിലായോ?
ഇല്ലെന്ന് അന്തം വിട്ടു നിൽക്കുമ്പോൾ ഞങ്ങളെയെല്ലാം മാറി മാറി നോക്കി. ഞാനാ നിങ്ങളുടെ രമേശൻ, ചാക്ക് രമേശൻ. ദൈവമേ, ചാക്ക് രമേശൻ! എന്റെ ഞെട്ടൽ മാറും മുമ്പേ അമ്മാഞ്ചി വക്കീലിന്റെ പതറിയ ഒച്ച പൊന്തി. എടാ ജോജിയെ, ഒന്നിങ്ങോട്ട് വന്നേ, ദേണ്ടേ നമ്മുടെ പഴയ ചാക്ക്. സുധാകരന്റെ ചോദ്യമുനകളിൽ തട്ടി രമേശൻ തളർന്നിരുന്നു. കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ബിയർ അടപ്പു തട്ടി അവനു കൊടുത്തു. അവനത് കുപ്പിയോടെ വിഴുങ്ങി. ചാക്കിന്റെ അന്തം വിട്ട സംസാരത്തിൽ നിന്ന് ഞാൻ ചിലത് കൂട്ടിക്കെട്ടി. ലോട്ടറി കച്ചവടമാണ് ജോലി. ഈ വീട് അവന്റെ ആയിരുന്നു. ബീവറേജിനു മുമ്പിൽ ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഗോപിക്കുട്ടനെ കണ്ടു. അവനാണ് പുതിയ വാടകക്കാരെ പറ്റി പറഞ്ഞത്. അത് കൊരട്ടിക്കര സ്കൂളിലെ പഴയ 4 സംഘമാണെന്ന് ഉറപ്പുവരുത്തി. കുറച്ച് ലോട്ടറി നിങ്ങൾ എടുക്കണം, എന്നെ സഹായിക്കണം. എന്തൊക്കെയോ പറയാൻ വെമ്പിയെങ്കിലും പറയാൻ കഴിയാതെ രമേശന്റെ ചുണ്ടുകളും വിൽപ്പനശേഷം കയ്യിൽ ബാക്കിയായ ടിക്കറ്റുകളും വിറച്ചു. അവന്റെ ചെറിയ ആവശ്യം ഞങ്ങൾ അംഗീകരിച്ചു. പകരം പാട്ടുപാടണമെന്ന ഒറ്റ നിബന്ധനയിൽ. സ്കൂൾ യുവജനോത്സവത്തിൽ എന്നും ലളിതഗാനത്തിന് 1ാം സ്ഥാനം രമേശനായിരുന്നു. ഒരു മോഷണം കൈയോടെ പിടികൂടിയപ്പോൾ നാണക്കേടോർത്ത് രായ്ക്കുരാമാനം പഠനം ഉപേക്ഷിച്ചു പോയി. ചാക്ക് കച്ചവടക്കാരൻ നാരായണന്റെ മകൻ പിന്നീടൊരിക്കലും സ്കൂളിന്റെ പടി കയറിയിട്ടില്ല. ഞാൻ നിന്നോണ്ട് പാടാം. രമേശന്റെ പണ്ടേയുള്ള ശീലമാണത്. എണീറ്റുനിന്ന് നാടൻ കൊഞ്ചിനെ പോലെ ഉള്ളുവളഞ്ഞ് വലതു തോളിലേക്ക് തല ചായ്ച്ച് കണ്ണുകൾ പാതി മാത്രം തുറന്ന് വിദൂരതയിലേക്ക് നോക്കി നിന്ന് അവൻ പാടും. പാട്ടിന്റെ മാസ്മരികതയിൽ കൊരട്ടിക്കര സ്കൂളിലെ പെൺകുട്ടികൾ മയങ്ങി വീണു. ഹാംലിനിലെ കുഴലൂത്തുകാരനെ പോലെ രമേശൻ അവരെ അജ്ഞാതമായ ഏതെങ്കിലും ഗുഹയിലേക്ക് തെളിക്കുമോ എന്നുപോലും എനിക്ക് ഭയമായിരുന്നു. അവരിൽ എനിക്ക് പ്രിയപ്പെട്ട റോസുമുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ കടൽ നീല പോലെ തിളങ്ങി നിന്ന അവനോടുള്ള ആരാധന എന്നെ ഭ്രാന്തിന്റെ വക്കോളം എത്തിച്ചു. ഒരവസരത്തിനായി ഞാൻ കാത്തിരുന്നു. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. രമേശൻ പാടിത്തുടങ്ങി. പാട്ട് തീരുന്നതുവരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ടായില്ല. എണീറ്റു ചെന്ന് ഞാൻ അവനെ മുറുകെ പുണർന്നു. എന്നോട് ക്ഷമിക്ക് രമേശ. രമണി ടീച്ചറിന്റെ ബാഗിൽ നിന്ന് കാശ് മോഷ്ടിച്ച് നിന്റെ സഞ്ചിയിലിട്ടത് ഞാനാ. പൊടുന്നനെ രംഗവേദി ശോകമൂകമായി. എല്ലാവരും തരിച്ചിരുന്നു. രമേശൻ എന്റെ നേരെ ചാടി വീഴും എന്നെനിക്ക് ഉറപ്പായിരുന്നു. ഒന്നുമുണ്ടായില്ല. ഓർക്കാപ്പുറത്തേറ്റ ആഘാതത്തിൽ കയ്യിൽ നിന്നൂർന്നുപോയ ലോട്ടറി ടിക്കറ്റുകൾ അവൻ പെറുക്കിയെടുത്തു. ആരുടെ നേരെയും നോക്കിയില്ല, ഒന്നും പറഞ്ഞതുമില്ല. ഒരു ദുരന്ത കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കും വിധം സാവധാനം മുറിയിൽ നിന്നിറങ്ങി. പിന്നെ പുറത്തെ കൂരിരുളിൽ മറ്റൊരു ഇരുളുപോലെ സാവധാനം അലിഞ്ഞു ചേർന്നു. എടാ സത്യശീല, യൂദാസേ! കേണലിന്റെ അലർച്ച മലമടക്കുകളിൽ തട്ടി ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചു. 3. രമേശന്റെ താമസസ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഈറയും മണ്ണും ഉപയോഗിച്ച് പുല്ലുമേഞ്ഞ ഇരുളരുടെ പരമ്പരാഗതമായ കുടിശി പോലെ ഒന്ന്. മലയുടെ അടിവാരത്ത് ഒന്നിനു പുറകിൽ ഒന്നായി നിരത്തിവെച്ച തീപ്പെട്ടിക്കൂട് പോലെ കൊളുന്തുനുള്ളുന്ന തമിഴ് പണിക്കാരുടെ ലയങ്ങളാണ്. കഴിഞ്ഞ പെരുമഴക്കാലത്ത് ഉരുളുപൊട്ടി മണ്ണുമൂടി 22 പേർ മരിച്ച താഴ്വാരത്തേക്ക് വഴികാട്ടിയായി വന്ന മുത്തുവേൽ ശരവണൻ വിരൽ ചൂണ്ടി. അവന്റെ അമ്മയും ഭാര്യയും മക്കളും ആ ദുരന്തത്തിൽ മരിച്ചു. താര എന്ന പേരുള്ള ഒരു പെൺപട്ടി മാത്രം അവശേഷിച്ചു. JCB രാപ്പകൽ മാന്തിയിട്ടും ഒന്നും കിട്ടിയില്ല. ചെളിമണ്ണിൽ മൂടിപ്പോയ മൃതദേഹങ്ങൾ മണത്ത് വീണ്ടെടുക്കാൻ സഹായിച്ചത് താരയായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. എന്നോട് യാത്ര പറഞ്ഞ് താരയെ മാറോടണച്ച് ശരവണൻ പോയി. രമേശന്റെ വീട്ടുമുറ്റത്ത് ആളനക്കമുണ്ട്. കുന്തിച്ചിരുന്നുകൊണ്ട് ഒരു യുവതി ഉണങ്ങിയ പഞ്ഞപ്പുല്ലുകളുടെ മേൽ സിലിണ്ടർ ആകൃതിയിലെ തടിയുരുട്ടി ധാന്യം പായയിലേക്ക് കുടയുന്നു. അവൾ എന്നെ കണ്ട് അടുത്തേക്ക് വന്ന് കൈകൂപ്പി നിന്നു. ഞാൻ രമേശന്റെ കൂടെ പഠിച്ച ആളാണ്. പേര് സത്യശീലൻ. അറിയാം, അച്ഛനെല്ലാം പറഞ്ഞിട്ടുണ്ട്. വരാൻ നേരം വൈകും. വൈകിയാലും കണ്ടിട്ടേ പോകൂ. എന്താ മോളുടെ പേര്? മല്ലിക.
ഒഴിവാക്കാൻ നോക്കിയിട്ടും എൻ്റെ രണ്ടും കെട്ട നിൽപ്പ് കണ്ടിട്ടാവണം കയറിയിരിക്കാൻ ക്ഷണിച്ചു. ഞാൻ അകത്തു കയറി സിമന്റുകട്ടയിൽ പൊക്കിവെച്ച മരപ്പലകയിലിരുന്നു. രമേശൻ എന്താവും എന്നെപ്പറ്റി മല്ലികയോട് പറഞ്ഞിട്ടുണ്ടാവുക? അതാലോചിച്ചിരിക്കുമ്പോൾ പനഞ്ചക്കരയിട്ട കാപ്പി എത്തി. പുകച്ചൊവയും ചൊടിപ്പിക്കുന്ന മധുരവുമെങ്കിലും ഊതി കുടിച്ചു. അമ്മയ്ക്ക് എങ്ങനുണ്ട്? ഒരേ കിടപ്പാണ്. പുഴക്കരേന്ന് വിറ്റുപെറുക്കി ഇവിടെ വന്നിട്ടും ജീവിതം പച്ച പിടിച്ചില്ല. ഏത്തന്റെ കൊലവിരിഞ്ഞാൽ ആന ഇറങ്ങും, എല്ലാം ചവിട്ടി മെതിച്ച് നാശകോശമാക്കും. കതകിൽ കിടന്ന മുഷിഞ്ഞ തോർത്തെടുത്ത് മല്ലിക കണ്ണു തുടച്ചു. അവൾ അകത്തേക്ക് തിടുക്കപ്പെട്ട തക്കം നോക്കി ഞാൻ പുറത്തേക്കിറങ്ങി. രമേശന്റെ കൃഷിത്തോട്ടത്തിലേക്ക് നടന്നു. കുലച്ചു തുടങ്ങിയ ഏത്തവാഴകൾ വാരം കോരി നിരയൊപ്പിച്ച് നട്ടിരിക്കുന്നു. തോട്ടത്തിനു മുകളിലെ പശമണ്ണിൽ ഉറച്ചുപോയ ഒരു കരിമ്പാറ കണ്ടു. കഴിഞ്ഞാണ്ടത്തെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാകണം. അതിൽ ചാരി കുറച്ചുനേരം നിന്നു. അകവും പുറവും പൊള്ളുന്നുണ്ട്. കള്ളനെന്ന് ചാപ്പ കുത്തപ്പെട്ടവനെ റോസ് വെറുത്തു. അപമാനഭാരത്താൽ എന്നേക്കുമായി സ്കൂളിന്റെ പടിയിറങ്ങിയ രമേശന്റെ രൂപം, റോസിന്റെ നേരെ നിസ്സഹായത നിറച്ച നോട്ടം, ആഴത്തിൽ പതിഞ്ഞ കാഴ്ചകളൊന്നും മാഞ്ഞുപോയിട്ടില്ല. ഒരുപാട് നേരമായോ വന്നിട്ട്? രമേശന്റെ ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കി. നിന്റെ കൃഷിത്തോട്ടം കാണുകയായിരുന്നു. ഏത്തൻ കൂടാതെ പഞ്ഞപ്പുല്ലിന്റെ കൃഷി കൂടിയുണ്ട്. ഒക്കെ ഒരു ഭാഗ്യക്കുറിയാ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടക്കാതെ കാവലിരിക്കും. പന്നിയോ ആനയോ വന്നാൽ പടക്കം പൊട്ടിച്ച് തുരത്തും. ഒരു ദിവസം ഉറങ്ങിപ്പോയാൽ അതോടെ എല്ലാം തീർന്നു. രമേശൻ എങ്ങനെ ഇവിടെ എത്തി? ഡാമിന്റെ നിർമ്മാണം നടക്കുന്ന കാലത്ത് പണിതിരക്കി വന്നതാണ്. ഡാം സൈറ്റിൽ ചായക്കട നടത്തിയിരുന്ന ശാന്തിയുമായി പ്രേമത്തിലായി. രമേശനെ ഒറ്റപ്പനയുടെ ചുവട്ടിലേക്ക് മാറ്റി നിർത്തി കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന പൊതി നീട്ടി. ഇത് കുറച്ചു കാശ. നിന്റെ പ്രശ്നങ്ങൾ ഇതോടെ തീരുമെന്ന് കരുതിയിട്ടല്ല. തൽക്കാലത്തേക്കൊരാശ്വാസമാകുന്നെങ്കിൽ ആകട്ടെ. വേഗം അവനത് വാങ്ങി പൊതിഞ്ഞിരുന്ന പത്രക്കടലാസ് വിടർത്തി നോക്കി. എന്നിട്ട് അവിശ്വസനീയമായ ഒരു പകപ്പിൽ അല്പനേരം തരിച്ചു നിന്നു. പിന്നെ എന്നെ കെട്ടിപ്പുണർന്നു. അപ്പോഴവന്റെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. കുലകൾ വെട്ടട്ടെ, ഞാനിത് തിരിച്ചു തരും. ജീവിത പ്രയാസങ്ങൾക്കിടയിൽ അന്നത്തെ ചതിയോ കാമുകയോ ഒന്നും രമേശന് പ്രശ്നമായിരുന്നില്ല. 4. രമേശൻ അവതരിച്ച രാത്രി ഞാൻ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നെ ആരും അതേപ്പറ്റി സംസാരിച്ചില്ല. രമേശന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്ന് അവരുടെ മൗനം എന്നോട് പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ പാകിയ അസ്വസ്ഥതയുടെ മൈനുകൾ ഏതു നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാം. ശാന്തിനിലയം എന്നെഴുതി വച്ച ബോർഡിലെ അക്ഷരങ്ങൾക്ക് മുന്നിൽ കരിക്കട്ട കൊണ്ട് ആകൂടി എഴുതി ചേർത്തു സുധാകരൻ. ഇതിനിടയിൽ ക്രിസ്മസ് കാലം വന്നെത്തി. എല്ലാം മറന്ന് ഉറക്കമില്ലാത്ത ആവേശരാവുകളിലേക്ക് ഞങ്ങൾ പിന്നെയും കോപ്പുകുത്തി. ഫ്രിഡ്ജിൽ നിന്ന് കുപ്പികൾ ഒഴിയുകയും നിറയുകയും ചെയ്തു. വീടിന്റെ ഇറയത്ത് സ്റ്റാർ കെട്ടിത്തൂക്കി യൂക്കാലി മരത്തിന്റെ ചുവട്ടിൽ ചെറിയൊരു പുൽക്കൂടുമുണ്ടാക്കി. അന്ന് ഗോപിക്കുട്ടനും ഞങ്ങൾക്കൊപ്പം ചേർന്നു. ഗോപിക്കുട്ടന് കാടിന്റെ കഥകളറിയാം. രാത്രിയുടെ 3-ാം യാമത്തിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന ചങ്ങലക്കിലുക്കം വെള്ളക്കാർ ചതിച്ചു കൊന്ന കരിന്തണ്ടന്റെ എന്ന് അയാൾ കട്ടായം പറഞ്ഞു. കഥ മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ അമ്മാഞ്ചി വക്കീൽ പോയി. കഴിഞ്ഞ മാസമാണ് അമ്മാഞ്ചി വക്കീലിന്റെ പീസ് വില്ലയിൽ കള്ളൻ കയറിയത്. കൂറ്റൻ അൽസേഷൻ നായ്ക്കൾ ഉണ്ടായിരുന്നിട്ടും ഒന്നുപോലും കുരച്ചില്ല. ജാരൻ എന്നാണ് അടക്കം പറച്ചിൽ. അതിനുശേഷം അമ്മാഞ്ചി വക്കീൽ വല്ലപ്പോഴുമേ വരൂ. വന്നാലും വന്ന വേഗത്തിൽ തന്നെ തിരിച്ചു പോകും. വില്ലയുടെ നാലുപാടും ക്യാമറ വെച്ച് അതിനെ മൊബൈലുമായി ബന്ധിപ്പിച്ചു. എപ്പോഴും CCTV ദൃശ്യങ്ങൾ നോക്കിയിരുപ്പാണ് പാവം. ഒടുവിൽ 4 പേരും 4 വഴിക്ക് പിരിയും മുൻപ് ഞങ്ങൾ ആ തീരുമാനത്തിലെത്തി. വാടക വീടിന്റെ താക്കോൽ കൈമാറുമ്പോൾ ഗോപിക്കുട്ടൻ അമ്പരന്ന പോലെ തോന്നി. ലഹരിയുടെ കെട്ടഴിഞ്ഞ് കൺകോണിൽ ഒരു തുള്ളി കണ്ണീർ പൊടിഞ്ഞു. വരുമാനം നിലച്ചത് മാത്രമായിരിക്കില്ല, കുറഞ്ഞ കാലം കൊണ്ട് അയാൾ ഞങ്ങളോട് അത്രമാത്രം അടുപ്പം സ്ഥാപിച്ചിരുന്നു. തോളിൽ തട്ടി ഇനിയും വരുമെന്ന് വെറുതെയെങ്കിലും ഞാൻ ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ പത്രവായനയിൽ മുഴുകിയിരുന്ന എൻ്റെ അടുത്തേക്ക് വന്ന് റോസ് സെൽഫോൺ നീട്ടി.
സ്ക്രീനിൽ ചുവപ്പിൽ കുളിച്ച് സുധാകരന്റെ നമ്പർ. തിരിച്ചു വിളിക്കും മുൻപ് അടുത്ത വിളിയെത്തി. നീ അറിഞ്ഞോ? ഇല്ല. TV വെച്ചു നോക്ക്, ഫ്ലാഷ് ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുക. എന്ത്? നമ്മുടെ രമേശനെ ആന കുത്തിക്കൊന്നു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ബോഡിയുമായി നഗരം ചുറ്റി പ്രതിഷേധ സമരമുണ്ടെന്ന് കേൾക്കുന്നു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ കിട്ടുന്ന ലക്ഷങ്ങളെക്കുറിച്ച് അടുത്തിടെ രമേശൻ എന്നോട് തിരക്കിയിരുന്നു. ദൈവമേ! മൊബൈൽ ഫോൺ നെഞ്ചിലൂടെ ഊർന്ന് നിലത്ത് വീണു. ആത്മബലിയുടെ ആ ദൃശ്യം എനിക്കിപ്പോൾ കാണാം. നിലാവ് മെഴുകിയ വാഴത്തോപ്പ്, ഒറ്റയാന് നേരെ നെഞ്ചി വിരിച്ചു നിൽക്കുന്ന രമേശൻ, അകന്നുപോയെന്ന് ചീറ്റിയെടുക്കുന്ന കൊമ്പനെ ആഞ്ഞു പുണർന്ന്. നെഞ്ചിന് താഴെ 2 ചുവന്ന പൂവുകൾ പൊട്ടിവിരിയുന്നു. ഹൃദയരക്തം പുരണ്ട തിരശീല വലിച്ചിട്ട് അവൻ യാത്ര പോയി, ഒരിക്കലും തിരിച്ചു വരാത്ത ഒരിടത്തേക്ക്. നിലത്തു കിടന്ന സെൽഫോൺ എടുക്കുന്നതിനിടയിൽ റോസ് ചോദിച്ചു, ആരാ മരിച്ചത്? ഞാൻ പറഞ്ഞു, നിനക്കറിയില്ല, ഒരു ലോട്ടറി കച്ചവടക്കാരൻ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.